നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയ കരുൺ നായർ ആഭ്യന്തര ക്രിക്കറ്റിൽ പുതിയ ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ്. അടുത്ത സീസണിന് മുമ്പ് കരുൺ കർണാടക ടീമിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സീസണിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും അധികം തിളങ്ങിയ താരമാണ് കരുൺ നായർ. 2024-25 സീസണിൽ വിദർഭയ്ക്ക് വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് കരുൺ നായരെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിച്ചത്. 2025-26 ആഭ്യന്തര സീസണിന് മുമ്പ് അദ്ദേഹം തന്റെ സംസ്ഥാനം മാറി വീണ്ടും കർണാടകയിൽ ചേരുമെന്ന് ക്രിക്ബസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ സീസണിൽ വിദർഭയ്ക്ക് വേണ്ടി കരുൺ സ്വപ്നതുല്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഈ പ്രകടനം 7 വർഷത്തിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടിക്കൊടുക്കുകയും ചെയ്തു. 2023-24 ആഭ്യന്തര സീസണിന് മുമ്പാണ് കരുൺ നായർ വിദർഭയിൽ ചേർന്നത്. കർണാടകയ്ക്ക് വേണ്ടി ജൂനിയർ ക്രിക്കറ്റിൽ കളിച്ചാണ് കരുൺ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാകുന്നത്. 2016 ആദ്യമായി ഇന്ത്യൻ ടീമിൽ ഇടം നേടിയപ്പോൾ താരം കർണാടകയുടെ ഭാഗമായിരുന്നു. ടെസ്റ്റ് ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ട് 4 വർഷത്തിന് ശേഷം സംസ്ഥാന ടീമിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇതോടെയാണ് കരുൺ നായർ വിദർഭയിലേക്ക് മാറിയത്. വിദർഭയിലെ 2 വിജയകരമായ സീസണുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കർണാടകയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ 9 രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്ന് കരുൺ നായർ 863 റൺസ് നേടിയിരുന്നു. വിജയ് ഹസാര ട്രോഫിയിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് 779 റൺസും താരം നേടി. 5 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് കരുൺ ഇത്രയും റൺസ് സ്കോർ ചെയ്തത്. ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയിട്ടും കരുൺ നായർക്ക് 2025 ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ പ്രായത്തിൽ ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറെ നിർണായകമായി മാറും. ഇംഗ്ലണ്ടിനെതിരെ ലീഡ്സിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിനുള്ള ടീമിൽ കരുൺ നായർ പ്ലേയിങ് 11-ലുണ്ട്. 2017 ശേഷം കരുൺ നായർ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരമാണിത്. 2018 ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിൽ കരുൺ നായർ ഉണ്ടായിരുന്നു. എന്നാൽ താരത്തിന് പ്ലേയിങ് 11-ൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല. ഈ പരമ്പരയ്ക്ക് ശേഷം ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. 2 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നതിനിടയിൽ കരുൺ നായർ ഇന്ത്യക്കായി കളിക്കാതിരുന്നത് 77 ടെസ്റ്റ് മത്സരങ്ങളാണ്. ഇക്കാര്യത്തിൽ ജയദേവ് ഉനദ്കട്ട്, ദിനേശ് കാർത്തിക്, പാർത്ഥിവ് പട്ടേൽ എന്നിവരാണ് കരുൺ നായർക്ക് മുന്നിലുള്ളത്. ഉനദ്കട്ട് 118 മത്സരങ്ങളും ദിനേശ് കാർത്തിക് 87 മത്സരങ്ങളും പാർത്ഥിവ് പട്ടേൽ 83 മത്സരങ്ങളും കളിക്കാതെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയ ചരിത്രമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ 2 ഇന്ത്യൻ ബാറ്റർമാരിൽ ഒരാളാണ് കരുൺ. ആദ്യമായി ഈ നേട്ടം കൈവരിച്ചത് വീരേന്ദർ സെവാഗാണ്. സെവാഗ് 2 തവണ ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇന്ത്യക്കായി കരുൺ 6 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 374 റൺസും 2 ഏകദിനങ്ങളിൽ നിന്ന് 46 റൺസും നേടിയിട്ടുണ്ട്. 2016 ജൂണിൽ സിംബാബ്വേക്കെതിരെയായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണ്. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, കരുൺ നായർ, രവീന്ദ്ര ജഡേജ, ഷർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസീദ് കൃഷ്ണ എന്നിവരാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനായി കളിക്കുന്നത്. സായ് സുദർശൻ ഇന്ത്യൻ ടീമിനായി അരങ്ങേറ്റം കുറിക്കുകയാണ്. ഇന്ത്യൻ ഇതിഹാസ താരം ചേതേശ്വർ പൂജാരയാണ് സുദർശന് ടെസ്റ്റ് ക്യാപ്പ് സമ്മാനിച്ചത്. സുദർശൻ 3-മനായി കളിക്കുമെന്ന് ക്യാപ്റ്റൻ ഗിൽ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് കരുൺ 6-ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യാനാണ് എത്തുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.